നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായം തന്നെയാണ് നിങ്ങളുടെ ഭൂരിപക്ഷം പേർക്കുമെന്ന് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ആരെയും ഇൻവോൾവ് ചെയ്യിക്കാതെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ അത് ചെയ്ത പ്രിയനെയും പാർവതിയും ചേർത്ത് നിങ്ങളെ വീണ്ടും അടക്കം പറയും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. പാർവതിയും പ്രിയനെയും അവിശ്വസിക്കുന്നവര് കൈ പൊക്കാൻ പറഞ്ഞപ്പോ കൈ പൊക്കിയത് വെറും 2 പേര്, 2 പുരുഷന്മാർ. കരുണാകരനും അരവിന്ദും. ഒരൊറ്റ ലേഡി പോലും കൈപൊക്കില്ല. എന്താ കാരണം? ഇത്രയും കാലം പ്രിയന്റെ കൂടെ ജോലി ചെയ്ത് ഇവർക്കറിയാം പ്രിയൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന്. കണ്ണുകൊണ്ട് കാണുന്നത് അതേപടി എടുക്കുന്ന കരുണാകരൻ സാറ് അതിനു മുൻപ് എന്ത് നടന്നുവെന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. പക്ഷേ ഇവരെ കുറ്റക്കാരാക്കാൻ നിങ്ങൾക്ക് തിടുക്കുവായി. അതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ നിങ്ങൾ മുതിർന്നില്ല. കാരണം അന്വേഷിച്ചാൽ ഇവര് തെറ്റുകാരല്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. ഈ ലോകത്ത് 3 തരം പുരുഷന്മാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാന്യന്മാർ, തെമ്മാടികൾ, 2ന് മധ്യത്തിൽ നിൽക്കുന്നവർ. തെമ്മാടികള്, അതിന്റെ നിർവചനം ഞാൻ പറഞ്ഞിരുന്നല്ലോ. രഘുവിനെ പോലുള്ളവരെ ഉദാഹരണമായിട്ട് പറയാം. അവസരങ്ങൾ മുതലാക്കിയിട്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം അങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് ന്യായീകരിക്കുന്നവരാ മധ്യത്തിൽ നിൽക്കുന്നവര്. അവര് മറ്റുള്ളവരുടെ എല്ലാവരുടെ മുമ്പില് മാന്യന്മാരായി അഭിനയിക്കും. ഏത് സാഹചര്യത്തിലും അന്തസ്സും മനസ്സിലെ നന്മയും കൈവിട്ട് കളയാതെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനോട് അനുകമ്പയോടെ പെരുമാറുന്നവനാണ് മാന്യൻ. പ്രിയൻ ഈ കാറ്റഗറിയിൽപ്പെട്ട ആളാ. തെറ്റ് ചെയ്യില്ല ഒരിക്കലും. പ്രിയനെയും പാർവതിയെയും എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ തെറ്റ് ചെയ്തെന്ന് ആര് പറഞ്ഞാലും, ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും അത് ഞാൻ വിശ്വസിക്കില്ല. പാർവതി, ആൾക്കാർ പലതും പറയും. മനസ്സ് ശുദ്ധമായിരിക്കുന്നിടത്തോളം കാലം അതൊന്നും കേട്ട് തളരാൻ പാടില്ല. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നായിരുന്നു, അങ്ങനെ കരുതിയാൽ മതി. സോ ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച പാടില്ല. ഇതിനെക്കുറിച്ച് ഇനി ഇവിടെ ആരെങ്കിലും സംസാരിക്കുന്നത് എന്റെ കാതി വന്ന് വീണ അവരെ ആയിരിക്കും ഞാൻ ഈ കമ്പനിയിൽ നിന്ന് അടിച്ചോടിക്കുന്നത്. എല്ലാവരും പോയി ജോലി ചെയ്യ. ഞാൻ എന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നു. എന്താ മോഹൻ? നന്ദി എന്നൊരു വാക്കുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ഒരു ഉപകാരമോ സഹായമോ ചെയ്തു തന്ന അവരോട് തോന്നുന്ന ഫീലിംഗിന്റെ പേരാണ് നന്ദി. മോഹൻ ഇവരോടാണോ നന്ദിയെ കുറിച്ച് പറയുന്നത്? അത് മരുന്നിനെ പോലും തൊട്ട് തീറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ പണി കാണിക്കുമായിരുന്നോ? കഴിഞ്ഞതൊന്നും ഇത്ര പെട്ടെന്ന് മറക്കല്ല നിഷി ചേച്ചി. തറവാട്ടില് ആരുടെയോ കല്യാണം, അടിയന്തരം, നൂലുകെട്ട്, ഉത്സവം എന്നൊക്കെ പറഞ്ഞ് പ്രാരാബ്ധ കണക്ക് നിരത്തിയപ്പോ കിട്ടിയ ശമ്പളത്തിന്റെ പകുതി നിങ്ങളുടെ കയ്യിൽ വെച്ചു തന്നിട്ടുണ്ട് പ്രിയൻ. നിങ്ങളത് തിരിച്ചു കൊടുത്തിട്ടുമില്ല, പ്രിയൻ അത് ചോദിച്ചിട്ടുമില്ല. പ്രിയന്റെ സഹായം ഉഷ ചേച്ചിയും കൈപ്പറ്റിയിട്ടില്ലേ പലവട്ടം? ഇല്ലെന്ന് പറയാൻ പറ്റോ ഉഷ ചേച്ചിക്ക്? എന്നിട്ടും ഈ പണി കാണിച്ചില്ലെന്ന് ഓർക്കുമ്പോഴാ ഞങ്ങൾ എന്ത് കാണിച്ചെന്നാ? പ്രിയചേട്ടന്റെയും പാർവതിയുടെയും ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് വിശ്വസിക്കുന്നവർ കൈപൊക്കാൻ കൈലാഷ് സാറ് പറഞ്ഞപ്പോ നിങ്ങൾ കൈപൊക്കിയോ?